ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പല്ലവിയെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മാഷും ഭാര്യയും കൂടെ വന്നു. പക്ഷെ പല്ലവി അവിടെ നിൽക്കട്ടെ എന്നായിരുന്നു അവരുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ ചേച്ചി വരുന്നത് നോക്കി നിറകണ്ണുകളോടെ കണ്ണുനീരോടെ പാർവതി അവിടെ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ പല്ലവി ആകെ ധർമ്മസങ്കടത്തിലാകും. അപ്പോൾ നിങ്ങളിങ്ങനെ വന്ന് വിളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് നമ്മുടെ സേതു അന്നേരം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പല്ലവി അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. എനിക്ക് മാഷിനെ പോലെ അനുഭവമോ അല്ലെങ്കിൽ അറിവോ ഒന്നുമില്ല. എന്നാലും ഞാൻ മാഷിനോട് പറഞ്ഞു പോകുക. കോടതി മുറിയിൽ ഡിവോഴ്സിന് വേണ്ടി ഒരു മകൾ നെഞ്ച് പൊട്ടി നിലവിളിക്കുന്നത് കണ്ട് അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഒരച്ഛൻ്റെയും അമ്മയുടെയും കൂടി പരാജയമാണ് മാഷേന്ന്. അപ്പോൾ സേതുവേട്ടാ വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ പല്ലവി അന്നേരം സേതുവിനോട് പറയണ്ട എന്ന് പറഞ്ഞു. പല്ലവി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയും കേട്ടോ. ഇതൊക്കെ കണ്ട അച്ചുവിനും പൂർണ്ണിമയ്ക്കും സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുവാണ്. അത്രത്തോളം അവർക്ക് വിഷമായി. അയ്യോ, ഞാൻ കരയാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല പല്ലവി, ദേ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണെന്ന് സേതു അന്നേരം അവിടെ നിന്ന് പല്ലവിയോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ അച്ഛൻ്റെ ആ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണല്ലോ പല്ലവിക്ക് ഇങ്ങനെ വന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സേതു ഉദ്ദേശിച്ചത്. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സേതു പറയാനുള്ളതെല്ലാം പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ രാജലക്ഷ്മി പൊന്നുമ്മടത്തിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരെയും കണ്ടു. ആഹാ, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഭയങ്കര മര്യാദക്കാരിയായിട്ട് സംസാരിക്കുവാണ്. ഇവരെ അങ്ങ് കണ്ടപ്പോഴേക്കും നമ്മുടെ ശോഭയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് കലി വന്നു. വേഗം തന്നെ പല്ലവിയുടെയും അതുപോലെ ശോഭയുടെ അടുത്തേക്ക് ചെന്നിട്ട് പല്ലവിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട്, മോളെ സംഭവിച്ചതൊക്കെ മറക്കണം, ഡിവോഴ്സ് കേസ് കൊടുത്തതുൾപ്പെടെ ദേ മോളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്നത്തോടെ ഇനി ഇന്ദ്രനൊരു പുതിയ മനുഷ്യനായിരിക്കും, മോളും അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചുവിന് പേടിയായി. അച്ചു അങ്ങ് മാറി നിന്നു. അപ്പോൾ പുതിയ മനുഷ്യൻ, ആട്ടും തോലിട്ട ചെന്നായിയാണ് അവനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശോഭ അന്നേരം പറയുക. അപ്പോൾ അതെ, ഞാനത് തിരിച്ചറിയാത്തതിൻ്റെ വിലയാ എൻ്റെ മകളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ മാഷ് അന്നേരം പറഞ്ഞു. ഇനിയില്ല അവൾ നിങ്ങളുടെ വീട്ടിലേക്ക് എന്ന് നമ്മുടെ മാഷ് പറയുമ്പോൾ, മാഷേ കോടതി പോലും അവർക്ക് ഡിവോഴ്സ് നൽകിയില്ല. അപ്പോൾ പിന്നെ നമ്മളല്ലേ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. മാഷ് ഇത് ഏത് ലോകത്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നു. അപ്പം ഞാൻ കുട്ടിയൊന്നുമല്ല, പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണെന്നും എനിക്ക് തീരുമാനങ്ങൾ എടുക്കാം, ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങും പോകില്ല എന്ന് നമ്മുടെ പല്ലവിയും തറപ്പിച്ചു പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അനുവാദമില്ലാതെ നീ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ സേതു മോനെ ബാക്കി നീ നോക്കിക്കോളാൻ പൂർണിമ സേതുവിന് അങ്ങ് എല്ലാം അങ്ങ് എഴുതി അങ്ങ് കൊടുത്തു, പതിച്ചങ്ങ് കൊടുത്തു. അപ്പോൾ സേതു ഇങ്ങനെ രാജലക്ഷ്മിയുടെ അടുത്ത് നിൽക്കുമല്ലേ, ഇനി എന്തും സംഭവിക്കാം. അപ്പോഴേക്കും നമ്മുടെ സേതു രംഗത്തേക്ക് വന്നു. പല്ലവി ഇവിടെ താമസിക്കുന്നതിൽ ഈ വീടിൻ്റെ ഉടമസ്ഥയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ പല്ലവിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഈ വീടിൻ്റെ ഉടമസ്ഥയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവിടെ ഒരു ഇന്ദ്രനും ചന്ദ്രനും വരേണ്ട കാര്യമില്ല, കത്തിച്ച് കളയും ഞാൻ എല്ലാത്തിനെയും എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ സേതു രാജലക്ഷ്മിയോട് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പം ഇപ്പം എനിക്കെല്ലാം വ്യക്തമായി. ഇവന് കൂട്ടിക്കൊടുക്കാനാണല്ലേ നിങ്ങൾ ഇവനെയും കൊണ്ട് ഇവളെ ഇങ്ങനെ നടത്തിക്കുന്നതും ഈ ഡിവോഴ്സ് കേസ് നടത്താൻ ശ്രമിച്ചതൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഈ രാജലക്ഷ്മി ഒരുമാതിരി വർത്തമാനം പറയാം. എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കുക. അത്രയ്ക്ക് ആ ഒരു രീതിയിൽ തര താഴ്ന്ന രീതിയിൽ നമ്മുടെ രാജലക്ഷ്മി സംസാരിക്കല്ലേ. അപ്പോൾ സേതു ഇങ്ങനെ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു. അങ്ങനെ അവരെ തുറച്ചു നോക്കിയിട്ട് അമ്മയ്ക്കരികിലേക്ക് ചെന്നു. എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ഒരു ഉപകാരം ചെയ്യണം, നേരും നിറവും ഇല്ലാത്ത നാണവും മാനവും ഇല്ലാത്ത ഈ സ്ത്രീയെ ഒന്ന് തല്ലാവോ, ഒരെണ്ണം പൊട്ടിക്കാവോ എന്ന് ചോദിച്ചു. മകൻ പറഞ്ഞ അനുസരിച്ച് രാജലക്ഷ്മിയുടെ കാരണം അടിച്ച് പുകച്ചു നമ്മുടെ പൂർണിമ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ കിട്ടും എന്നുള്ളത് രാജലക്ഷ്മി കൂട്ടത്തതും നല്ല ടാറ് കൊടുപ്പുമായിരുന്നു. തല്ലും മേടിച്ച് കവളും തിരുമ്മി ഇങ്ങനെ നിൽക്കുവാണ് രാജലക്ഷ്മി. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോഴേക്കും ദേ അവർക്കൊക്കെ സന്തോഷമായി. ചുറ്റിനും നിന്നവർക്ക് ആ ഉണ്ടക്കണ്ണും വീഴ്ച ഇങ്ങനെ നോക്കി നിന്നിട്ട്, നീ എന്നെ തല്ലിയല്ലേ, നീ ഓർത്തോ, ഇതിന് നിന്റെ മകളെ ഞാൻ എൻ്റെ മകൻ്റെ കാൽ കീഴിൽ എത്തിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി വെല്ലുവിളിക്കുക. അപ്പോഴേക്കത് ഇങ്ങനെ നോക്കുക. ഇത് രാജലക്ഷ്മിയുടെ വാക്കാണെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി തുള്ളിച്ചാടി കിട്ടാനുള്ളത് മേടിച്ചാണ്ട് അങ്ങനെ പോയി. ദേ മര്യാദക്ക് നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ 2 കാലിൽ ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്ന് സേതു രാജലക്ഷ്മിയോട് പറഞ്ഞു. തുറിച്ച് നോക്കി രാജലക്ഷ്മി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പല്ലവി അവിടെ നിന്ന് കരയാൻ തുടങ്ങി കേട്ടോ. പല്ലവി ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. ഇതെല്ലാം കൂടെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ട് ഒരുമാതിരി തല മറിച്ചൊരവസ്ഥ. മോളേന്നും വിളിച്ചുകൊണ്ട് അമ്മയും തൊട്ടരികിൽ നിന്ന് സമാധാനിപ്പിക്കുക. ഈ സമയത്ത് നമ്മുടെ മാഷ് പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. ഈ വീട് തണലല്ല,
മോൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന 1000 കൈകളാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷ് ഇങ്ങനെ നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവർക്ക് സമാധാനമായി. അതായത് നമ്മുടെ പൂർണ്ണിമയ്ക്കും സേതുവിനും നമുക്ക് പോകാം ശോഭയെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നിട്ട് പോവാം. അങ്ങനെ പൂർണ്ണിമയോടും സേതുവിനോട് യാത്ര പറഞ്ഞ് അവർ പോവുക കേട്ടോ. അപ്പോൾ ശോഭ ഇങ്ങനെ നമ്മുടെ പല്ലവിയെ പൂർണ്ണിമയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോണു. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ദ്രൻ പിന്നെ വീട്ടിലിരുന്ന് അവിടെ കോടതിയിൽ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കും. അപ്പോഴാണ് നമ്മുടെ വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നത്. വക്കീൽ അങ്ങോട്ടേക്ക് വന്ന് കയറിയില്ല. വക്കീൽ എന്നിട്ട് ഈ കേസിൻ്റെ കാര്യങ്ങൾ ഇന്ദ്രനോട് പറഞ്ഞപ്പോഴേക്കും വക്കീലിൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ച് വക്കീലിനെ കൊല്ലാൻ നോക്കുവാണ് ഈ ഇന്ദ്രൻ. അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലിടന്ന് ഒരുപാട് കാർന്നു. അപ്പോൾ എന്തിനാ നീ എന്നെ കാണിക്കുന്നത്, സാറിനെ വിടണമെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. സാറെന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. ആ സമയം ഇയാൾ എൻ്റെ പല്ലവിയെ തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നില്ല. അപ്പോൾ ഇയാളെ കൊല്ലണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോൾ, ഇന്ദ്ര കാട്ടൂരൻ സാറ് ഡിവോഴ്സ് നിർത്തിവെപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു. പിന്നെ നിന്റെ കൂടെ പല്ലവി താമസിക്കണമെന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? എടാ അവൾ നിന്റെ കൂടെ താമസിക്കാൻ വരാത്തതിന് സാറെന്ത് ചെയ്യാനാണെന്ന് രാജലക്ഷ്മി ചോദിക്കുക. അപ്പോഴേക്കും ഇന്ദ്രന് പിന്നെയും വട്ടായി. അപ്പം ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറ് നിന്ന് കാണിക്കുന്നു. ഒച്ച പോലും പോയി ഇന്ദ്രൻ്റെ ആ പിടുത്തത്തിൻ്റെ ആ ഒരു കാഠിന്യം കാരണം. സാറ് ഇങ്ങനെ പേടിച്ച് നിൽക്കും. അപ്പോൾ സോറി, അപ്പോഴത്തേന് സാറ് തലയിൽ മുട്ടുന്നു, ഇങ്ങനെ ആ ഒരു ഇതിലൊക്കെ നിൽക്കും. അപ്പോൾ സാറേ അവന് പല്ലവി വരാത്ത സങ്കടമാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. അത് പിന്നെ പല്ലവി മേൽക്കോടതിയിലേക്ക് അപ്പീലിന് പോകാനുള്ള സാധ്യതയുണ്ട്. അതെ, അങ്ങനെ വന്നാൽ ചിലപ്പോൾ പല്ലവിക്ക് അവിടെ നിന്നും ഡിവോഴ്സ് അനുവദിച്ച് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കിട്ടരുതെന്ന് പറഞ്ഞപ്പോൾ കിട്ടില്ലെന്ന് ഇയാൾ ജീവനും കൊണ്ട് ഓടാനേ. അപ്പോൾ കിട്ടാതിരിക്കാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പം നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തനി ഭ്രാന്തനായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നു നമ്മുടെ ഇന്ദ്രൻ. അപ്പം നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വക്കീൽ അതെ 90% പല്ലവിക്ക് കിട്ടാനാണ് സാധ്യത. പിന്നെ ഞാൻ നോക്കാം നടക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വക്കീൽ അതെ നിങ്ങൾക്കത് ഉറപ്പില്ലെന്ന് ഇന്ദ്രൻ ചോദിച്ചു. എനിക്ക് ഉറപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ മറ്റൊരു വക്കീലിനെ വെച്ച് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് കാട്ടൂരാൻ നിൽക്കുന്നു. അപ്പം ഞങ്ങൾക്ക് സാറിനെ വിശ്വാസമാണ് അല്ല മോനെ എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പം അപ്പം താങ്ക് യു എന്നും പറഞ്ഞിട്ട് നമ്മുടെ വക്കീൽ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുന്നു. ആ സമയത്ത് പല്ലവിയെ എൻ്റെ ഒപ്പം കോടതി വിട്ടയച്ചാൽ ഇയാൾ ഒറ്റൊരുത്തം കാരണം അതില്ലാണ്ടായെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നേന്ന് പറഞ്ഞു നിൽക്കുക രാജലക്ഷ്മി. കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ കാട്ടൂരാനിട്ട് 2 പൊട്ടിക്കണമെന്ന് ഞാൻ കരുതിയതാ. പിന്നെ വക്കീലന്മാരുടെ മുന്നിൽ വെച്ച് അയാളെ നാണം കിടത്തണമെന്ന് കരുതിയിട്ട് ഞാനത് ചെയ്യാതിരുന്നതെന്നൊക്കെയാണ് ഇന്ദ്രൻ്റെ വക ഡയലോഗുകൾ. എടാ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു. രാത്രി പിറ്റേ ദിവസത്തേക്കുള്ള നോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല്ലവി. ആ സമയത്ത് പല്ലവിയുടെ ഫോണിലേക്ക് ഇന്ദ്രൻ വിളിച്ചു. ഹലോ പല്ലവി, ഇന്ദ്രേട്ടനാ എന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ നീ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? എനിക്ക് മനസ്സിലായി. അതാ ഞാൻ പുതിയൊരു നമ്പറിൽ നിന്ന് വിളിച്ചതെന്ന് പറയുമ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്, എനിക്കിത് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാം. അതെ, ഞാൻ വിളിക്കുന്നതും കാണുന്നതും ഒന്നും പല്ലവിക്ക് ഇഷ്ടമല്ല എന്ന്. എന്ത് ചെയ്യാനാ, നീ എൻ്റെ ഭാര്യയായി പോയില്ലേ. എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ പല്ലവി. എനിക്ക് നിന്നെ കാണാനും സംസാരിക്കാനൊക്കെ എത്ര ഇഷ്ടമാണെന്നറിയോ. അതെ, ഞാൻ പുതിയ നമ്പറിൽ നിന്ന് പല്ലവിയെ വിളിച്ചത് നമുക്ക് ഒരുമിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണം. പിന്നെ കോടതി പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. പല്ലവിക്ക് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിട്ട് വന്ന് താമസിച്ചൂടെ? അപ്പോൾ എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുമ്പം ശരി ഓക്കെ. അതെ, എനിക്ക് പല്ലവിയെ കാണാൻ പൊന്നുമടത്തിലേക്ക് വരാവോ? കോടതി കേസ് ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് പല്ലവി ഇപ്പോഴും എൻ്റെ ഭാര്യ തന്നെയാണ്. ആ നിലയ്ക്ക് പല്ലവിയെ എവിടെ വേണമെങ്കിലും എനിക്ക് വന്ന് കാണാം എന്ന് പറഞ്ഞു. ഇവിടേക്ക് താൻ വന്നതുപോലെ താൻ തിരിച്ചു പോകില്ല എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. ഇന്ദ്രനെ വെല്ലുവിളിക്കല്ലേ മോളെ. ഇനി ഇന്ദ്രൻ കാണാൻ വരുന്നത് അന്നത്തെ പോലെ പെട്രോൾ ക്യാനുമായിട്ടൊന്നും ആയിരിക്കത്തില്ല, പെട്രോൾ ടാങ്കറുമായിട്ടായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ പറഞ്ഞ് പേടിപ്പിക്കുന്നു. അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഹലോ എന്നും പറഞ്ഞ് നമ്മുടെ പല്ലവി അവിടെ ഹലോ വെച്ചെങ്കിലും ഈ ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ സേതു പല്ലവിയുടെ അടുത്തേക്ക് വന്നു. എന്താ പല്ലവി, ആരാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ദ്രനാ വിളിച്ചത്. അവൻ എന്താ പറഞ്ഞത്? എപ്പോഴും സംസാരിക്കുന്നത് പോലെ തന്നെയാണ്, ഞാൻ അവൻ്റെ കൂടെ താമസിക്കാൻ ചെല്ലണമെന്ന് അവൻ പറയുന്നത് നമ്മുടെ പല്ലവി ഇങ്ങനെ പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ സംസാരം ഉടനെ ഭീഷണിയുടെ മട്ടിലായി. പെട്രോൾ ടാങ്കറുമായിട്ട് വന്ന് കത്തിക്കുമെന്നാണ് പറഞ്ഞത്. അവൻ കൊണ്ടുവരട്ടെ, പക്ഷേ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുന്നത് ഇന്ദ്രനായിരിക്കില്ല, അവൻ്റെ ചാരമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ നേരം പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു. എടോ താൻ അവൻ പറയുന്നിടത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല.
ഒന്നുമില്ലെങ്കിൽ ഞാൻ തന്നെ ബോഡി ഗാർഡല്ലേടോ. പിന്നെന്താ, ഈ ബോഡി ഗാർഡ് ഉള്ളപ്പോൾ താനെന്തിനാടോ പേടിക്കുന്നതെന്നൊക്കെ സേതു ഇങ്ങനെ ചോദിച്ചു. പല്ലവി അന്നേരം ചിരിച്ചു. അന്നേരമാണ് സേതുവിനൊന്ന് സമാധാനമായത്. അങ്ങനെ നോട്ടൊക്കെ തയ്യാറാക്കി നമ്മുടെ പല്ലവി എന്നിട്ട് സേതു പോയി കിടക്കാൻ പറഞ്ഞു വിട്ടു. സേതു വന്നിട്ട് പല്ലവിയെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. പല്ലവി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പാറു അതിലിങ്ങനെ വരുന്നു. അപ്പോൾ പാറുവിനെ കാണാനായിട്ട് ഇന്ദ്രൻ്റെ അനിയൻ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ പാറുവിനെ കണ്ടിട്ട് ഒന്നും അല്ലാത്ത പോലെ അങ്ങ് പോയി. പിന്നെ തിരിച്ചു വന്നിട്ട് എന്താ പാർവതി എന്ന് ചോദിച്ചു. എൻ്റെ ചേച്ചിക്ക് ഡിവോഴ്സ് ആകാതെ കിട്ടിയപ്പോൾ തനിക്ക് എൻ്റെ ചേട്ടനൊക്കെ സന്തോഷമായോ എന്ന് പാർവതി ചോദിക്കുക. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ചേട്ടൻ ഏതൊക്കെ രീതിയിൽ എൻ്റെ ചേച്ചി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചേച്ചി ഡിവോഴ്സിന് ശ്രമിച്ചത്. അതിന് നിങ്ങൾ സമ്മതിക്കില്ലല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഞങ്ങളൊക്കെ സാധാരണക്കാരായതുകൊണ്ടാണോ ഞങ്ങളുടെ പിന്നാലെ നിന്ന് ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പാർവതി, ഇന്ദിരേട്ടൻ നിങ്ങളുടെ കുടുംബത്തിനോടും അതുപോലെ പല്ലവി ചേച്ചിയോടും ചെയ്തതൊക്കെ പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാണ്. പക്ഷേ അതിലൊന്നും എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമെന്ന് ചോദിച്ചപ്പോൾ എന്താ, കല്യാണം കഴിഞ്ഞ രാത്രിയിൽ പല്ലവി ചേച്ചി നിങ്ങളുടെ ഏട്ടനും തമ്മിൽ എന്തായിരുന്നു ശരിക്കും പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ വിശ്വനൊന്നും ഇങ്ങനെ അല്ലാതെ ആയിട്ടോ. ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ വ്യക്തമായൊരു മറുപടിയൊന്നും ചേച്ചി എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇന്ദിരേട്ടൻ പഴയ ഗേൾഫ്രണ്ടുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ പല്ലവി ചേച്ചി വഴക്കുണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അത് പിന്നെ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വരെ കാര്യങ്ങൾ എത്തിച്ചു. അപ്പോൾ ഞങ്ങളോടും ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചപ്പം ചേച്ചി ഇറങ്ങിപ്പോകാനുള്ള കാരണം അത് തന്നെയാണ്, അല്ലാതെ അവർ തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ വിഷമിക്കരുതെന്ന് കരുതി ചേച്ചി പലതും മറച്ചു വെക്കുക. അതാ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു ഇങ്ങനെ വിശ്വനോട് പറഞ്ഞു. ശരി എന്നും പറഞ്ഞു നമ്മുടെ പാറു അങ്ങ് പോകുമ്പോൾ പാർവതി എന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇങ്ങനെ വിളിച്ചു. പല്ലവി ചേച്ചിയുടെ ഡിവോഴ്സ് കിട്ടാത്തതിൽ എനിക്കിപ്പോൾ വിഷമമുണ്ട്. എനിക്കതിൽ പങ്കൊന്നുമില്ല കേട്ടോ. ഇന്ദിരേട്ടൻ്റെ മനസ്സിൽ പല്ലവി ചേച്ചി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട് എന്ന് നമ്മുടെ വിശ്വം പറഞ്ഞു. അതാ കാട്ടൂരാനെ പോലെ പ്രഗത്ഭനായിട്ടൊരു വക്കീലിനെ വെച്ച് കേസൊക്കെ വാദിപ്പിച്ചത്. എന്തായാലും എൻ്റെ ചേച്ചിക്ക് കോടതിയിൽ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു എന്ന് നമ്മുടെ പാറു അന്നേരം പറഞ്ഞു. എന്ന് കരുതി പല്ലവി ചേച്ചി തോറ്റു എന്ന് കരുതൊന്നും വേണ്ട എന്നും പറഞ്ഞു. പിന്നെ പല്ലവി ചേച്ചി അയാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനേ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിലേ അത് മോഹമായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞേക്ക് അയാളോടൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറ ഓടുന്നങ്ങ് പോയി. വിശ്വൻ ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നാളുകൾക്ക് ശേഷം കാണിക്കുന്നു നമ്മുടെ മുതലിനെ. അത് വേറെ ആരുമല്ല, പത്മജയും ഭർത്താവും. അങ്ങനെ അവരിതേ പൊന്നുമടത്തിൽ വന്ന് ഇങ്ങനെ കാവൽ നിൽക്കുക. ഈ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ഋതു വന്നു. എന്തേ നിഖിൽ വന്നില്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവനിപ്പോൾ വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രതാപം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ അനുസരിച്ച് നിഖിലും വന്നു, അതുപോലെ തന്നെ ഒരു തിരുമേനിയും വന്നു. അപ്പോൾ ആ തിരുമേനി വന്നപ്പോൾ എന്താ തിരുമേനി താമസിച്ചതെന്ന് ചോദിച്ചപ്പോൾ വരുന്ന വഴിക്കൊക്കെ വിഘ്നങ്ങളായിരുന്നു. പിന്നെ വീണ്ടും വീട്ടിലേക്ക് പോയി പരദേവതകളെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി അതാ താമസിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ശരി വാ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോന്നിട്ട് അകത്ത് കയറി ചെന്ന് അദ്ദേഹം അവിടെ ഇരിക്കുന്നു. എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്ന് നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ തിരുമേനി വന്ന് ഈ അച്ചുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹത്തിനുള്ള കാര്യങ്ങളും പൊരുത്തങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള ഇതൊക്കെയാണ്. നമുക്ക് രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് ജാതകങ്ങൾ തമ്മിൽ ഒത്തു നോക്കിയാലോ എന്ന് അദ്ദേഹം ചോദിച്ചു കേട്ടോ. അപ്പോൾ സേതുവും കൂടി വന്നിട്ട് നോക്കിയാൽ പോരെ എന്ന് പൂർണ്ണിമ ചോദിച്ചപ്പോൾ അവനെ കാത്തു നിന്നാലേ രാഹുകാലം ആകും, നമുക്ക് തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും ഈ പ്രതാപം പറഞ്ഞു. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തിരുമേനിയും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നിഖിലിൻ്റെ നക്ഷത്രവും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതുപോലെ തന്നെ അച്ചുവിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു, ജാതകം മേടിച്ചു. പിന്നെ അദ്ദേഹം കബഡി നിരത്തിയൊക്കെ ഇങ്ങനെ നോക്കി. അങ്ങനെയെല്ലാം അതിൻ്റേതായ രീതിക്കും കാര്യത്തിനൊക്കെ നോക്കുവാണ്. പ്രതാപനാണെന്നുണ്ടെങ്കിൽ പൂർണ്ണിമ ഇങ്ങനെ നോക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അച്ചു ഇറങ്ങി വരുന്നു. നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് അങ്ങനെ വരുന്ന അച്ചുവിനെ കണ്ടപ്പോൾ നിഖിലിന് ഒത്തിരി സന്തോഷമായി. അതുപോലെ തന്നെ പ്രതാപനും അന്തം വിട്ടിങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മുടെ അച്ചുവിനെ കണ്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ചു ഇങ്ങനെയൊക്കെയാണ് അങ്ങോട്ടേക്ക് വരുന്നതെന്ന്. അങ്ങനെ അച്ചുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ നിഖിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അച്ചുവും അന്നേരം നിഖിലിനെ നോക്കി ഒന്ന് ചിരിച്ചു. നിഖിലിന് ഒത്തിരി സന്തോഷം, ഒത്തിരി ഇഷ്ടമായി നമ്മുടെ അച്ചുവിനെ. അങ്ങനെ ഇവർ ആ ഒരു സമയത്ത് ജാതകവും കാര്യങ്ങളും എല്ലാം വെച്ച് ഇങ്ങനെ സമയവും കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അതുപോലെ പൊരുത്തവും ഇതൊക്കെ നോക്കുക. അപ്പോൾ എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കും ഇവരെല്ലാവരും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നിഖിലിനെയും അതുപോലെ തന്നെ നമ്മുടെ അച്ചുവിനെയും മാറി മാറി ഇങ്ങനെ നോക്കുക. അപ്പോൾ അച്ചുവിന് ടെൻഷനായി എന്താന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആകെ വല്ലാണ്ടിരിക്കുന്നു. ഈ സമയം എന്താ ചോദിച്ചേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മുടെ പൂർണ്ണിമ ചോദിച്ചപ്പോൾ ഈ കുട്ടിയുടെ ജാതകത്തിൽ ആദ്യ വിവാഹം മുടങ്ങുമെന്നാണ് കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ, ഞെട്ടലോടെ നോക്കുവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കല്യാണം മുടങ്ങിയല്ലോ, അതായിരിക്കാം ഒരു പക്ഷേ അവരുദ്ദേശിച്ച ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.